ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്കുള്ള എക്സാം പോർഷൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാമിൻ്റെ ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എക്സാമിന് ഏതൊക്കെ പാഠങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഓണപരീക്ഷ വരെയുള്ള പാഠങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു പോവുക. പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വായിച്ചു പോവുക. ഓണപരീക്ഷ കഴിഞ്ഞത് മുതലുള്ള പാഠങ്ങൾ നന്നായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യം നമുക്ക് കേരള പാഠാവലി നോക്കാം. മലയാളം ഫസ്റ്റ്. യൂണിറ്റ് 1 ഇത്തിരി പൂവേ കുരുന്നു പൂവേ. അതിൽ 2 പാഠങ്ങളുണ്ട്. മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, പിന്നെ അതുപോലെ ഡെയ്സി ചെടി. 3 പാഠങ്ങളാണ് ഉള്ളത്. പിന്നെ അതുപോലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം. അതിലും 3 പാഠങ്ങളുണ്ട്. വായുവില്ലാത്ത ലോകം, കടങ്കഥ, നീർനാഗം. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ പക്ഷേ ഇത് അടുത്ത പാഠങ്ങൾ മുതലാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കേണ്ടത്. അതിൽ നിന്നായിരിക്കും കൂടുതൽ പ്രവർത്തനങ്ങൾ വരിക. 3ാമത്തെ യൂണിറ്റ് നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന്. അതിൽ നമുക്ക് 3 പാഠങ്ങളാണുള്ളത്. ഇടുക്കിയുടെ താജ്മഹൽ, ഉയരങ്ങളിലേക്കൊരു യാത്ര, ഉണ്ണിയുടെ വിമാനയാത്ര. പിന്നെ 4ാമത്തെ യൂണിറ്റ് കുടയോളം ഭൂമി. അതിൽ നിന്നുള്ള 2 പാഠങ്ങൾ നമുക്കുണ്ട്. മഴ ചാറുമ്പോൾ, ഇതാ ഒരു മായാലോകം. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് നമുക്കുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നല്ലതുപോലെ വായിച്ചു നോക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിലാണ്. അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ആദ്യത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. ടോമോയിലെ കായികമേള, കാട്ടിലെ കളികൾ, പന്ത് കളിക്കാനൊരു പെൺകുട്ടി. ഇത് വായിച്ചു നോക്കുക, ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു നോക്കുക. പിന്നെ 2ാമത്തെ യൂണിറ്റ് കനിവായി നിലാവായി. അതിൽ നമുക്ക് 3 പാഠങ്ങളുണ്ട്. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു, പരുക്കേറ്റ കുട്ടി, നന്മപ്പൂക്കൾ. ഈ 3 പാഠങ്ങൾ നന്നായിട്ട് വായിക്കുക, റിപ്പീറ്റ് ചെയ്ത് 2ഓ 3ഓ തവണ വായിക്കുക, ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു നോക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിന് ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ്? 2 യൂണിറ്റ്സ് ആയിരുന്നു. ഫസ്റ്റ് യൂണിറ്റ് ദ വാംത്ത് ഓഫ് ലവിലെ ദ കിസ്സിങ് ഹാൻഡ്, അത് എ ഫ്രണ്ട്, ദ ഡോട്ട്, ഈ 3 ചാപ്റ്റേഴ്സും. സെക്കൻഡ് യൂണിറ്റ് ദ വിങ്സ് ഓഫ് ഡ്രീംസിലെ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് റെയിൻ ഇൻ സമ്മർ എന്നുള്ള 2 യൂണിറ്റും. ഇനി ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അതിന് ശേഷമുള്ളത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അതായത് ദ വിങ്സ് ഓഫ് ഡ്രീമിലെ ആര്യ ഇൻ ദ കോക്പിറ്റ് എന്നുള്ള ചാപ്റ്റർ. പിന്നെ 3ാമത്തെ യൂണിറ്റായ ടെൻഡോ ഷൂട്ടിലെ ദ മൂൺ, റബേക്ക ദ ചേഞ്ച് മേക്കർ, ദ ഹണി മാംഗോ ട്രീ എന്നുള്ള ചാപ്റ്റേഴ്സ്. അതുപോലെ 4ാമത്തെ യൂണിറ്റിലെ ദ ഹീലിംഗ് ടച്ച് എന്നതിലെ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നന്നായിട്ട് വായിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അതിൽ തന്നിട്ടുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ ആക്ടിവിറ്റീസിൽ ഗ്രാമർ ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് നോക്കുക. എന്തായാലും എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെതാണ് നോക്കാൻ പോകുന്നത്, ബേസിക് സയൻസ് കേട്ടോ. ആദ്യം നമുക്ക് ടേം 1 ഉണ്ടായിരുന്നത്, ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് 3 പാഠങ്ങളാണ്. ഒറ്റയൊല്ലൊരു ജീവിയും എന്ന പാഠം, പിന്നെ വ്യാധികൾ പടരാതിരിക്കാൻ, ജലം നിത്യജീവിതത്തിൽ. ഈ 3 പാഠങ്ങളും വായിച്ചു നോക്കണം, പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു നോക്കണേ. പിന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അധിക ചോദ്യം വരുന്നത് അടുത്ത 2 പാഠങ്ങളിൽ നിന്നായിരിക്കും. ജലം നിത്യജീവിതത്തിൽ എന്നുള്ളതിൽ നിന്നും ഉണ്ടായിരിക്കും. പിന്നെ ജീവനുള്ള വിത്തുകളും, കയ്യെത്തും ദൂരത്ത് ആകാശം. ഈ 3 പാഠങ്ങളായിരിക്കും മെയിനായിട്ട് നിങ്ങൾക്ക് അധിക ചോദ്യങ്ങളും ഉണ്ടായിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് സോഷ്യൽ സയൻസ്, സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നുള്ള 4 പാഠങ്ങൾ നോക്കണം. പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. പിന്നെ നമുക്കതുകൂടാതെ ഏതൊക്കെ പാഠങ്ങളുണ്ട്? വരയ്ക്കാം, വായിക്കാം, ജനങ്ങളാൽ, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, നാടറിയാം. ഈ 4 പാഠങ്ങൾ കൂടി നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. പാഠങ്ങൾ നന്നായിട്ട് വായിക്കുക, ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. അവസാനമായിട്ട് മാത്സിലേത് നമുക്ക് വരകളും വട്ടങ്ങളും, സംഖ്യാലോകം, ഗുണനരീതികൾ, ഹരണരീതികൾ. ഈ 4 പാഠങ്ങളായിരുന്നു നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ അതുകൂടാതെ ഭാഗങ്ങളുടെ സംഖ്യകളും, സമയത്തോടൊപ്പം അളവ് കണക്ക്, ഭിന്നസംഖ്യകൾ. ഈ 4 പാഠങ്ങൾ കൂടെ പഠിക്കണം. ഇതിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും ഈ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പാഠങ്ങളൊക്കെ പഠിക്കുക, തന്നിട്ടുള്ളത് പ്രകാരം നന്നായിട്ട് പഠിക്കുക, ചെയ്ത് നോക്കിയിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.